അവസാനിക്കുന്ന ഓരോ വർഷവും ചെയ്തു തീർത്ത കാര്യങ്ങളുടെ സന്തോഷത്തിൻ്റെതാണ്. പിറക്കുന്ന ഓരോ പുതുവർഷവും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ പ്രതീക്ഷയുടേതാണ്. ചെയ്തു തീർത്ത കാര്യങ്ങളുടെ ലിസ്റ്റിലാണെങ്കിലും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിലാണെങ്കിലും ഒരു വീട് എല്ലാവർക്കും ഉണ്ടാകും. പോയ വർഷം ഒരു വീട് വെച്ച് താമസമായെങ്കിൽ അവിടുത്തെ താമസം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെതുമാകട്ടെ. വരുന്ന വർഷം വീട് വെക്കാൻ പോകുന്നുവെങ്കിൽ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര സുഗമമാവട്ടെ. പുതുവത്സര ആശംസകളോടെ വീടിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള റെനി ശ്രീകുമാറിൻ്റെയും ദർശനയുടെയും ഹെവൻസ് വില്ല എന്ന വീട് ആർക്കിടെക്ട് ധർമ്മകീർത്തി പ്ലാൻ വരച്ച് തിരുവനന്തപുരത്തെ ഡിസൈൻ ഫേമായ 3D ബ്രിക്സിലെ പ്രശാന്ത് രവിചന്ദ്രനും വീണ ഗില്ലും ചേർന്ന് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്ലോ പ്രൂഫായാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 10 സെൻറ്റുള്ള പ്ലോട്ടിലാണ് 3100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. പ്ലോട്ടിൻ്റെ പുറകിലേക്ക് ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ കാർ പോർച്ചിനുള്ളിലേക്ക് നേരെ ഡ്രൈവ് വേ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ ഫ്രണ്ടിലായി ഒരു ചെറിയ സിറ്റ് ഔട്ടിനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. മെയിൻ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വീടിൻ്റെ ഒരു സെൻട്രൽ സ്പേസസ് എങ്കിൽ നേരെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ കയറി വന്നാൽ അവരെ നേരിട്ട് കൊണ്ടുവരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ് സ്പേസാണിത്. മൾട്ടിവുഡിലാണ് ഈ സ്റ്റോറേജ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനൊരു ഓട്ടോ പെയിൻറ്റിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഓഫീസ് സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു വാള് തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് പോർഷൻ എന്ന് പറയുന്നത് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വൈറ്റ് കളറിലുള്ള സ്റ്റിക്കേഴ്സാണ് വെച്ച് ഒരു മനോഹരമായ ഡിസൈനായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. യെല്ലോ ആൻഡ് ബ്രൗൺ തീമിൽ ചെയ്തെടുത്ത ഫോമൽ ലിവിംഗ് ഏരിയയാണിത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഫാബ്രിക് യൂസ് ചെയ്തെടുത്ത ഒരു കസ്റ്റം മെയ്ഡ് ഫേർണിച്ചർ പീസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ റിമോട്ടൊക്കെ പുറത്ത് ഇരുന്ന് വിസിബിൾ ആവാതെ അകത്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയാണത്. ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പുറകിൽ വന്നിട്ടുള്ള ഒരു വാൾ സത്യത്തിൽ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. യെല്ലോ പെയിൻറ്റാണ് ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് പുറത്തൊരു ഡിസൈൻ വർക്ക് എന്നുള്ള രീതിയിൽ സ്റ്റിക്കറാണ് ഈ ഒരു ബ്രൗൺ കളറിൽ വന്നിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് യോജിച്ച് വരുന്ന രീതിയിൽ വിൻഡോയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിയിൽ മൾട്ടിവുഡിൽ അക്രിലിക് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് അഭിമുഖമായിട്ടാണ് TV വ്യൂയിങ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നല്ല ഹെവി ആയിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ടിവിയുടെ പുറകിൽ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മൾട്ടിവുഡിൽ തന്നെ അതിൽ വെനീർ ഒട്ടിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയും പുറകിൽ ഒരു ലെയറായിട്ട് വിട്രിഫൈഡ് ടൈൽസ് ആണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലും വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു സോബറായിട്ടുള്ള ഒരു കളർ ടോണിലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അവിടെയും ആ ഒരു യെല്ലോ കളർ ടോൺ ഫോളോ ചെയ്തിരിക്കുന്നു. ഒപ്പം വെള്ളയുടെ ഒരു മനോഹാരിതയും കൂടി വരുന്നു. LED ലൈറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഫോമൽ ലിവിംഗ് ഏരിയയെ വീടിൻ്റെ മറ്റ് സ്പേസസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൈവസി
ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യൂരിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ നൽകിയിരിക്കുന്നു. ഫോമൽ ലിവിംഗ് ഏരിയയോട് വെൽ കണക്റ്റഡ് ആയ ഡൈനിങ് സ്പേസ് ആണിത്. എങ്കിൽ പോലും നമ്മൾ മുമ്പേ കണ്ട ഒരു സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സ്പേസിന് അതിനർഹിക്കുന്ന പ്രൈവസി ലഭിക്കുന്നുണ്ട് താനും. വളരെ സിമ്പിൾ ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ആണ് അതുപോലെ ടേബിളിൽ വന്നിട്ടുള്ളത്. അതുപോലെ ചെയർസൊക്കെ വുഡിൽ ചെയ്തെടുത്തിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു സൈഡിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാട്ടർ ബോഡിയാണ്. 2 തരത്തിലുള്ള വാൾ ക്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫോമൽ ലിവിംഗ് ഏരിയയിൽ കണ്ട ഒരു ഫോൾ സീലിംഗ് വർക്കിൻ്റെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി ഇവിടേക്കും തുടർന്ന് പോന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണെങ്കിലും ആ ഒരു സ്പേസുമായി ഇൻ്റർഫിയർ ചെയ്യാത്ത രീതിയിൽ കട്ടൗട്ട് ആയിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഈ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് ഡോറാണിത്. ഒരു ഗ്ലാസ് കൊണ്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് ഷട്ടറും ഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റു എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡബിൾ ഹൈറ്റ് ആണ്. പകൽ സമയത്ത് സ്കൈലൈറ്റ് ഉള്ളിലേക്ക് ധാരാളമായി കടന്നു വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഈ ഒരു സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഒരു ചെറിയ വർക്കൗട്ട് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി കിച്ചൺ കാണാം. മൾട്ടി കളർ പെയിൻറ്റ് വർക്ക് ചെയ്ത ഗ്ലാസ് ആണ് കിച്ചൻ്റെ ഡോറിലുള്ളത്. ആ ഡോറ് തുറന്ന് കയറി വന്നാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കാണുന്നത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു എൻറ്റയർ വാള് നിറയെ അങ്ങനെ ഹൈറ്റുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹോം അപ്ലയൻസസ് ഒക്കെ വെച്ചിരിക്കുന്നു. മൂന്ന് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ കൗണ്ടറിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു സി ഷേപ്പുള്ള കൗണ്ടറാണ്. പക്ഷേ അതിൻ്റെ എൻഡ് പോർഷനിൽ നിന്ന് കിച്ചൻ്റെ ഒരു മധ്യഭാഗത്തേക്ക്, ഏരിയയുടെ ഒരു മധ്യഭാഗത്തേക്ക് ആ കൗണ്ടർ ഒരു ടേബിൾ എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. അതുമാത്രമല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള ഒരു ഉപയോഗം കൂടി ഈ ഒരു ടേബിളിന് വരുന്നുണ്ട്. കൊറിയൻ ടോപ്പിലാണ് കൗണ്ടർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് മറ്റ് സ്റ്റോറേജ് ഒക്കെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ മൾട്ടിവുഡിൽ ഓട്ടോ പെയിൻറ്റ് ഫിനിഷ് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ കിച്ചണിൽ വാൾസിൽ എപ്പോഴും നമ്മൾ ടൈൽസാണ് പതിച്ച് കാണാറുള്ളത്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന്. എന്നാൽ ഇവിടെ വളരെ ഇന്നോവേറ്റീവായിട്ട് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്നത് ഒരു വർക്ക് ഏരിയയും അതുപോലെ ഒരു സെർവൻറ്റ് ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ട്. ഡൈനിങ് ഏരിയയും ഫോമൽ ലിവിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻ നമ്മൾ മുമ്പേ കണ്ടായിരുന്നല്ലോ. അതിൻ്റെ പുറകു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം വെറുതെ ഒരു ക്യൂരിയോ അറേഞ്ച്മെൻറ്റ് ഷെൽഫ് മാത്രമല്ല. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരേ ഒരു ബെഡ്റൂമാണിത്. അക്വാമറൈൻ ഷെയ്ഡിലുള്ള ഒരു നീല നിറത്തോടൊപ്പം ഒരു ഇളം പച്ചയും കൂടെ ചേരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ, അതിലാണ് ഈ ഒരു ബെഡ്റൂം വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ രണ്ട് നിറങ്ങളോടൊപ്പം വെള്ളയും കൂടെ ചേരുമ്പോൾ കണ്ണിന് ശരിക്കും കുളിർമ പകരുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ റൂമിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉണ്ട്, അതുപോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് വശങ്ങളിൽ ജനാല കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു ബേ വിൻഡോ എന്നുള്ള ശൈലിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടിൽ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണയായി ഉപയോഗിക്കുന്ന കളർ തീംസിന് വ്യത്യസ്തമായി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചാണ് ഈ വീട് ഉടനീളം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണയായി ഒരേ ഫാമിലിയിൽപ്പെട്ട കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസൈനിങ് പാർട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാൽ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റ് ഫാമിലിയിൽപ്പെട്ട കളേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഇൻറ്റീരിയർ അണിയിച്ചൊരുക്കുക എന്നുള്ളതായിരുന്നു. ഈസി ടു മെയിൻറ്റെയിൻ ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൊടി പിടിക്കുന്നതായിട്ടോ ഒത്തിരി വർക്കുള്ളയോ ഒരു സാധനങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാ ഫർണിച്ചറും കസ്റ്റം മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി സ്പേസ് ഫ്രീ ആക്കി ഇടാൻ സാധിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങിന് എല്ലാം LED ലൈറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ ബാക്കി വന്നിരിക്കുന്ന ക്യൂറിയോസിനെയും എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറാണ് ഈ വീട്ടിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാത് മുറികളിലെ കളേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ആണ് ആ സോഫകളിൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലായാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റെയർ കേസ് തുടങ്ങുന്നത്. ഈ ഒരു പോർഷനിൽ തന്നെയാണ് നമ്മൾ മുമ്പേ കണ്ട ഒരു ഓഫീസ് സ്പേസിൻ്റെ മറ്റൊരു എൻട്രി ഡോറ് വരുന്നത്. ഗ്ലാസും സ്റ്റീലും യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അതർവൈസ് ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വ്യൂ ബ്ലോക്ക് ആവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ പർഗോള കൊടുത്തിരിക്കുകയാണ് മുകളിൽ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ടഫൻ ഗ്ലാസും ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ധാരാളമായിട്ട് അകത്തേക്ക് കടന്നു വരുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ സ്റ്റെയർ കേസ്. അപ്പോൾ ആ ലൈറ്റ് വീടിൻ്റെ മറ്റ് സെൻട്രൽ സ്പേസസിലും കൂടി കിട്ടുന്നതിന് വേണ്ടി കൂടി ഈ ഒരു മെറ്റീരിയൽ യൂസ് സത്യത്തിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ശരിക്കും തടിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് അത് ഇവിടെ സ്റ്റെപ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന ആ ഒരു പൊസിഷനിൽ ഒരു ഹൈലൈറ്റ് വാൾ എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. തട്ടപ്പച്ച കളറിലുള്ള ഒരു പെയിൻ്റാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ക്യൂരിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഷെൽഫ് എന്ന രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ശരിക്കും ഒരു അപ്പർ ലിവിങ് ഏരിയയാണ്. ആ ഏരിയയുടെ ഒരു കോർണറിലായിട്ട് ഈ വാളിൻ്റെ ഒരു ഫേസിങ് വാളായിട്ട് വരുന്ന സ്ഥലത്ത് ഇതേ ഗ്രീൻ കളറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർട്ട് വർക്കും വെച്ചിട്ടുണ്ട്. താഴെയൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ഡീപ്പായിട്ടുള്ള കളറിന് മുകളിൽ വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ആ ഒരു ഫിനിഷ് എത്തിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. കിഡ്സ് ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ബാത്റൂമും അതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്രൈറ്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ കളർ എന്ന് പറയുന്നത്. അത് വാളിലാണെങ്കിലും അതുപോലെ കബോർഡിലാണെങ്കിലും ആ ഒരു ബ്ലൂ തന്നെയാണ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രിഫറൻസിന് സ്പൈഡർമാൻ തീമിലുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് 2 ചെറിയ സിംഗിൾ കോട്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് ഫേസ് ചെയ്യുന്നത് മറ്റൊരു റൂമിൻ്റെ ഒരു സ്പേസിലേക്കാണ്. ആ 2 സ്പേസസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ എന്നതിനെ വിളിക്കാം. ആ ഒരു സ്പേസിൽ ഫ്ലോറിൽ വന്നിട്ടുള്ള ഒരു വർക്ക് ശ്രദ്ധേയമാണ്. ഒരു ലെവല് താഴ്ത്തി എടുത്തിരിക്കുകയാണ്. അതിന് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ആ ലെവല് താഴ്ന്ന ലെവലിൽ വൈറ്റ് പേബിൾസ് നിരത്തി അതിന് ചുറ്റും നല്ല വാം LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കണം. റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ കട്ടൗട്ട് സ്പേസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്.
ഒരു മോഡേൺ വീടിന് ചേരുന്ന മോഡേൺ പൂജ അറേഞ്ച്മെന്റ് തന്നെയാണ്. ഒരു ടെർക്കോയ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഷെൽഫ് പോലെ ചെയ്തെടുത്തിരിക്കുന്നു. അതിൽ 2 ചെറിയ മൂർത്തികളെ കൊടുത്തിരിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഈ റൂം കാണാം. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ഹോം തിയേറ്റർ സ്പേസ് ആണിത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൗണ്ടും സജ്ജീകരണങ്ങളും അടക്കമാണ് ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതാ കാണുന്ന വൈറ്റ് വാളിലേക്കാണ് സ്ക്രീൻ പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിലേക്കുള്ള വ്യൂ കംഫർട്ടബിൾ ആയിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കുഷിയായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. So why you won't flex some money? അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുവശത്തു നിന്നും സ്കൈലൈറ്റ് ധാരാളമായി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള വളരെ സോബർ ഷെയ്ഡിലുള്ള ഒരു സോഫ സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നീല. അപ്പോൾ ഈ ഒരു സോബ കളറിലുള്ള സോഫ സെറ്റുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു നിറം നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡാണ് വാൾ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗിലും ആ ഒരു ഷെയ്ഡ് തന്നെയാണ് വൈറ്റിനൊപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. മറ്റ് റൂംസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു സോബർ ആയിട്ടുള്ള ഒരു കളർ തീമാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. യെല്ലോയുടെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഒപ്പം ഒരു മെറൂൺ, ഒരു ബ്രൗണിഷ് മെറൂൺ എന്ന് വിളിക്കാവുന്ന ഒരു കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ റൂംസിലും സ്പേസസിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഹൈലൈറ്റ് കളർ കൊടുത്തതിന് ശേഷം അതിൽ സ്റ്റിക്കർ എന്നുള്ള രീതിയിൽ ഡിസൈൻസ് ഒട്ടിച്ചിട്ടാണ് ഇവിടുത്തെ വാൾസ്, സിഗ്നേച്ചർ വാൾസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എടുത്തു പറയേണ്ട കാര്യം ഡ്രസ്സിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വാർഡ്രോബ്സ് ആണ്. ഇന്റീരിയർ ഡിസൈന് പരമപ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഒരു വീട്. കടും നിറങ്ങളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ വർണ്ണപ്പകിട്ടാർന്ന ഒരു മായിക പ്രപഞ്ചം തന്നെ വീടിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അടുക്കി വെച്ചില്ലെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളെ വളരെ മെസ്സിയാക്കുന്ന ഒരു കാര്യമാണ് പുസ്തകങ്ങൾ. വീട്ടിലെ താമസക്കാർക്ക് വലിയ വായനാശീലമൊന്നും ഇല്ലെങ്കിൽ പോലും കുട്ടികളുടെ പാഠപുസ്തകങ്ങളായാലും മാസികകളായാലും ഒക്കെ അടുക്കി വയ്ക്കാൻ ഓരോ വീട്ടിലും ഒരു ബുക്ക് ഷെൽഫ് അനിവാര്യമാണ്. പല തരത്തിലുള്ള വീടുകൾക്ക് അനുയോജ്യമായ പല ബഡ്ജറ്റിലുള്ള ബുക്ക് ഷെൽഫുകൾ പരിചയപ്പെടാം ഇന്നത്തെ ഡിസൈൻ കോർണറിൽ. ഇത് അവതരിപ്പിക്കുന്നത് എറണാകുളത്തുള്ള ഡിസൈനറായ PR ജൂഡ്സൺ ആണ്. വായനശീലം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും അല്പമെങ്കിലും ബുക്ക് കളക്ഷനുകൾ ഉണ്ടായിരിക്കും. ഒരു വീട് പണിയുമ്പോൾ സ്റ്റഡി റൂമോ റീഡിംഗ് റൂമോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം സ്റ്റെയർ റൂമിൻ്റെ അടിവശത്തോ TV-യോട് ചേർന്നോ അപ്പർ ലിവിങ്ങിലോ ഫാമിലി ലിവിങ്ങിലോ ആകാം. ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരുടെ വായനാശീലത്തോടും അവരുടെ പ്രൊഫഷനോടും ബന്ധപ്പെട്ടാണ് ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടേഴ്സിൻ്റെയും അഡ്വക്കേറ്റ്സിൻ്റെയും പ്രൊഫഷണൽ ബുക്സുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉയരവും ഇതിൻ്റെ കനവും അനുസരിച്ച് വേണം ഇത് ഡിസൈൻ ചെയ്യാനായിട്ട്. സാഹിത്യ അഭിരുചിയുള്ളവരുടെ വീടുകളിലെ ബുക്കുകൾ താരതമ്യേന കനവും വലിപ്പവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ രീതിയിലുള്ള ബുക്ക് ഷെൽഫ് മതിയാവും. പുസ്തകങ്ങളുടെ വലിപ്പവും എണ്ണവും അറിഞ്ഞു വേണം ബുക്ക് ഷെൽഫിൻ്റെ തട്ടുകൾ ഡിസൈൻ ചെയ്യുവാൻ. ബുക്ക് ഷെൽഫിൻ്റെ ഷട്ടറുകൾ ഗ്ലാസിൻ്റെ ഷട്ടറുകളാണ് നല്ലത്. ഫാമിലി ലിവിംഗ് പോലെ ഇൻറ്റീരിയറിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ് ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം ബുക്ക് ഷെൽഫിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത്.
പ്രൊഫഷണൽ ജോലികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുക്കുകൾ വേണ്ട വീടുകളിൽ ഫുൾ യൂണിറ്റ് ഹൈറ്റിലായിരിക്കും ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലാത്ത സ്ഥലങ്ങളിൽ 210 ലെവലിലായാലും മതിയാകും. കയ്യെത്താവുന്ന ഉയരത്തിലായിരിക്കണം തട്ടുകൾ ക്രമീകരിക്കേണ്ടത്. മറ്റൊരു കാര്യം, ബുക്കുകളുടെ ഭാരം താങ്ങാവുന്ന രീതിയിലായിരിക്കണം തട്ടുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. വലിയ യൂണിറ്റാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ബുക്ക് ഷെൽഫിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഭാഗം 2 സൈഡിലും മൈക്ക് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പുറമേ നിന്നുള്ള ഈർപ്പം അകത്തേക്ക് വരാതിരിക്കാൻ അത് ഉത്തമവുമായിരിക്കും. ഇനി നമുക്ക് മൾട്ടിവുഡിലും മറൈൻ പ്ലൈവുഡിലും ഡിസൈൻ ചെയ്യാവുന്ന വളരെ ചിലവ് കുറഞ്ഞ 2-3 ഡിസൈൻ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തരാം. ഇതൊരു വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. ഇത് കൂടാതെ ഇത് വളരെ സിമ്പിളായിട്ട് ബോക്സ് വർക്കിൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഡിസൈൻ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു സിക്സാക് ഷേപ്പിലുള്ള ഒരു സിമ്പിൾ ഡിസൈനാണിത്. ഫാമിലി ലിവിങ് സെറ്റ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫ് നമുക്കിനി കാണാം. ഒരു തട്ടിനും 40 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമുക്കിത് ചെയ്യാം. ഒരു 7 സെൻറ്റിമീറ്റർ ആകണം ഇതിൻ്റെ കനം. ഇത് 7 സെൻറ്റിമീറ്റർ. ഇതിന് ചുറ്റുമായിട്ട് ഒരു ഫ്രെയിം വർക്ക് കൊടുത്തുകൊണ്ട് ഇതിനുള്ളിൽ ടെക്സ്റ്റൈൽ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പില്ലർ കൊടുക്കാവുന്നതാണ്. ഇൻറ്റീരിയറിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചേരുന്ന കുറച്ച് ബുക്ക് ഷെൽഫിൻ്റെ ഡിസൈനുകൾ നമുക്കിനി കാണാം. ബുക്ക് ഷെൽഫിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഡിസൈനുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങളുടെ വീട്ടിലും ഇതുപോലൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിലും. തീർച്ചയായിട്ടും അടുത്തയാഴ്ച മറ്റൊരു ഡിസൈനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ. നന്ദി. വീടിൻ്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് കണ്ട കാഴ്ചകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞങ്ങളെ തീർച്ചയായും എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് veed@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramanews.com.